നമുക്ക് ചുറ്റുമുള്ളത് കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും മനോഹരം. അങ്ങനെയുള്ള ഒരു നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അഴകിൻ്റെ അവസാന വാക്കെന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വാഴാലിക്കാവിലേക്ക്. തൃശ്ശൂരിൽ നിന്നും ചേലക്കരയിലേക്ക് വരുമ്പോൾ കിള്ളിമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് വാഴാലിക്കാവിലേക്ക് എത്താം. പോകുന്ന വഴികളെല്ലാം തന്നെ നമ്മളെ ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് ചെന്നെത്തിക്കും എന്നതിൽ സംശയമില്ല. അത്രയ്ക്കും മനോഹരമാണ് വഴിയിലെ കാഴ്ചകൾ. ഇടതൂർന്ന വഴികളിലൂടെയുള്ള ഈ യാത്ര നമ്മളെ വല്ലാതെ കൊതിപ്പിക്കും. ലാലേട്ടൻ തൻ്റെ കാമുകിയെ മറ്റാർക്കും വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ മനോഹരമാക്കിയ ഈ സ്ഥലത്ത് നിന്നാണ് വാഴാലിക്കാവിലേക്കുള്ള യഥാർത്ഥ വഴി ആരംഭിക്കുന്നത്. ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ. ഇരുവശങ്ങളിലും തിങ്ങി നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങളും അതിന് നടുവിലൂടെയുള്ള ഈ കുഞ്ഞു വഴിയും നമ്മളെ ചെന്നെത്തിക്കുന്നത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കാണ്. പാടത്തിന് നടുവിലൂടെ പതുക്കെ മുന്നോട്ട് നടന്നു നീങ്ങിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതപ്പുഴയുടെ തീരമാണ്. വരുന്നത് വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഈ പടവുകളിലൂടെ ഇറങ്ങി മണലിലൂടെ നടന്ന് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്ത് വരെ എത്തിച്ചേരാം. അത്രയും വറ്റി വരണ്ട് കിടന്നിരുന്ന ഭാരതപ്പുഴയുടെ മറ്റൊരു മുഖമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ മഴ പെയ്ത് രണ്ട് കരയും മുട്ടിയൊഴുകി അറബിക്കടലിലേക്ക് ചേരാനുള്ള വേഗത്തിലാണ് ഭാരതപ്പുഴ. മീൻ പിടിക്കുന്ന ചേട്ടന്മാരോട് കുറച്ചു നേരം കുശലം പറഞ്ഞ് അങ്ങനെ നിന്നു. വേനൽക്കാലത്ത് കുട്ടികൾ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. മുണ്ടുമടക്കി കുത്തി തലയിലൊരു കെട്ടും കെട്ടി ഒന്ന് മുറുക്കി തുപ്പി തനി മലയാളിയായി ഈ പാടത്തിന് നടുവിലൂടെ ഒന്ന് നടക്കണം. അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. പഴയൊരു വീടിൻ്റെ മാതൃകയിൽ ഓടുമേഞ്ഞു നിൽക്കുന്ന ഇതാണ് കൂത്തുമാടം. സദാസമയവും ഒരു ഇളം കാറ്റിൻ്റെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ മഴക്കാലവും വാഴാലിക്കാവും അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. മൂന്ന് ദേശക്കാർ നടത്തുന്ന പൂരം എല്ലാ വർഷവും കുംഭമാസത്തിലാണ് നടക്കുന്നത്. കേരളത്തിലെ പേരുകേട്ട ഒട്ടുമിക്ക ഗജവീരന്മാരും പൂരത്തിൽ ഉണ്ടാവും എന്നതാണ് മറ്റൊരു പ്രത്യേകത. നേരം സന്ധ്യയോട് അടുക്കാറായപ്പോഴേക്കും കാറ്റിന് തണുപ്പ് കൂടി വന്നു. ഈ ആൽമരച്ചുവട്ടിലിരുന്ന് അങ്ങ് ദൂരെ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി സൂര്യൻ അസ്തമിക്കുന്നതും കണ്ട് ഇനിയും പറയാൻ ഏറെയുണ്ടെന്ന കാര്യം മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു. ഭാരതപ്പുഴയും കൂത്തുമാടവും ആൽമരച്ചുവടും വാഴാലിക്കാവും ഒരിക്കൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും മറന്നു പോകില്ല എന്നതാണ് മറ്റൊരു സത്യം.